ஐயா எல்லோருக்கும் வணக்கம். காமெடி மாஸ்டர்ஸ் இந்த ஃப்ளோரில் வரதுக்கு நான் ரொம்ப புழப்பட்டிருக்கேன். ஃபர்ஸ்ட் டைம் பார்க்கும்போது நான் அப்படி நினைக்கல. இது உங்களால் பண்ண முடியுமா, இது கொஞ்சம் கஷ்டமான வேலை. ஆனால் எனக்கு ரொம்ப பிடிச்சிருக்கு. சொல்லுங்க സാർ. നമസ്കാരം സാർ. വണക്കം. ഒരുപാട് സന്തോഷമുണ്ട് ഈ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ എത്തിയല്ല. நீங்க வந்து ஸ்பாட் டப்பிங் செய்ய போற ரெடியா? ஓகே சார். அப்படியே பண்றா. ஸ்பாட் அங்க இருக்கு சார். எங்க? அங்க ஸ்பீக்கர் பேக்ல. ஓகே ஓகே சரிங்க. சார். மலேடா அண்ணாமலை. மூணு கோடிய மதிப்பான சொத்தை 12 கோடியை கொடுத்து வாங்கின புத்திசாலி என்னை பார்த்திருக்கியாரா நீ? நான் இன்னைக்கு தான் பார்த்தேன். ஏதோ கணக்காந்து பேசுகிறாங்க. இந்த அண்ணாமலை கணக்கு கொஞ்சம் கேட்கட்டும். ஆம்பளைங்க போகிறது இன்றைய கணக்கு, பொம்பளைங்க போகிறது நாளை கணக்கு, பையங்க போகிறது மனக்கணக்கு, பெண்ணுங்க போகிறது திருமண கணக்கு, ஏழைங்க போகிறது நாளை கணக்கு, பணக்கார போகிறது பல கணக்கு, அரசியல்வாதி போகிறது ஓட்டு கணக்கு, ஜனங்க போகிறது நம்பிக்கை கணக்கு, மனுஷன் போகிறது தப்பு கணக்கு, ஆண்டவ போகிறது பாவ கணக்கு. இந்த அண்ணாமலை போகிறது எப்பவுமே நாய கணக்கு. கூட்டி கணிச்சு பாரு, கலக்கெல்லாம் சரியா இருக்கும். எங்கிட்டே கணக்கு பேசுகிறா எல்லா வண்டியா சார். அவ்வளவுதான். ஓகே. அப்படியேதான் முடிச்சிட்டேன். நெக்ஸ்ட் பெர்ஃபார்மன்ஸ் பார்க்கலாம். മാറ്റിയിട്ട് അടുത്ത അപ്പൊ ഇപ്പോഴാണ് ബാക്ക് ടു നോർമൽ ആയത്. നമസ്കാരം. ഇക്ക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗുരുവാണ്. കാരണം ഇക്കയുടെയൊക്കെ മിമിക്രി കണ്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. പിന്നെ ഇക്കയുടെ കൂടെ ഉണ്ടായിരുന്ന ഷിയാസ്കയുടെ ആ പെർഫോമൻസ് കണ്ടാണ് ഞാനും രജനീകാന്തായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയത്. ഷിയാസ് ആയിരുന്നു എൻ്റെ എക്സ്പെർട്ട്. അതാണ്, ഷിയാസ്കയാണ് എൻ്റെ ഗുരു എന്ന് പറയാം. യെസ്. അപ്പൊ നമുക്ക് പെർഫോമൻസ് ഓരോന്ന് കണ്ടാലോ? അപ്പോഴേ ഈ ടി വി ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു റേഡിയോയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ റേഡിയോയിൽ വാർത്തകൾ വായിക്കുന്ന 3 പ്രഗത്ഭരായിരുന്നു. അവർക്കൊക്കെ ഓരോ ശൈലിയുണ്ട് വാർത്ത വായിക്കും. അപ്പം അന്ന് രാമചന്ദ്രൻ സാറ് വാർത്ത വായിക്കുന്ന ഇങ്ങനെയായിരുന്നു. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇതാണ് അദ്ദേഹത്തിന്റെ ശൈലി. എന്നാൽ പ്രതാപൻ സാർ വാർത്ത വായിക്കുമ്പോൾ വേറൊരു ശൈലിയാണ്. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രതാപൻ. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയായിരുന്നു. പിന്നെ ഗോപൻ സാർ ഡൽഹിയിൽ നിന്ന് വാർത്ത വായിക്കും. അദ്ദേഹത്തിന്റെ ശൈലി ഇങ്ങനെയാണ്. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. ഇന്ത്യ വിക്ഷേപിച്ച ആര്യഭട്ടയും രോഹിണിയും ചന്ദ്രനിൽ വെച്ച് വിവാഹിതരായി. അവർ കഴിക്കുന്നത് ആപ്പിളാണെന്നും ഇവിടുന്ന് ഓറഞ്ച് കയറ്റുമതി ചെയ്യുമെന്നും ഞങ്ങളുടെ ലേഖകൻ അറിയിക്കുന്നു. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. സിസർ ഫിൽറ്റർ 10 രൂപ, വിൽസൺ 10 രൂപ. അങ്ങനെ വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയായിരുന്നു. പിന്നെ പോലീസ് വേഷങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു താരമുണ്ടായിരുന്നു, KPSC അസീസ്. അദ്ദേഹത്തിന്റെ ഒരു ഇത് പണ്ടാരാ പറഞ്ഞ പോലെയാ, ആനപ്പുറത്തിരിക്കുമ്പം പട്ടിയെ പേടിക്കണോന്ന്. ഓ, ഇവരെയൊക്കെ ഇല്ലിക്ക തറവാട്ടിലാ താമസിപ്പിച്ചിരിക്കുന്നത്. കൂടെ ഓരോ പെണ്ണുമുണ്ട്. അന്തിക്കൂട്ടിന് വിൻസൻ ഗോമസ് അറിഞ്ഞാൽ എന്റെ കഥ കഴിയും സാർ. എന്നാ പിന്നെ ചിയേഴ്സ്. ഓക്കെ. അപ്പൊ ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഒരു പണി തരട്ടെയോ? പറഞ്ഞോളൂ. താരത്തിരുമറി എന്നുള്ളൊരു സംഭവമാണ്. നമുക്ക് ആദ്യം ഒരു ഡയലോഗ് കേൾക്കാം. അതിനുശേഷം ആ ഡയലോഗ് സെയിം ആയിരിക്കണം, പക്ഷെ വോയിസ് ഒന്ന് ചെറുതായിട്ട് മാറും. എന്റെ ശൈലിയിൽ മാറ്റണം. പക്ഷെ ഒരു അല്ല വോയിസ് എടുക്കാനായിരിക്കും ഞാൻ പറയുന്നത്. നമുക്ക് ആദ്യം ഡയലോഗ് കേട്ട് നോക്കാവേ. തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ങ് കീറി ചോര കളിപ്പിച്ച് നിൽക്കുന്ന കണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവും. മനസ്സിലായോ? അയ്യോ, അപ്പൊ ഈ ഡയലോഗ് ആരുടെ പറയേണ്ട ആവശ്യമില്ല. ഈ ഡയലോഗ് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ആരുടെ വോയിസ് കൊടുക്കാം? നെടുമുടി സാറിന്റെ വോയിസ്. നെടുമുടി സാറ് അദ്ദേഹം ഈ വോയിസ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓക്കെ. കാക്കിയിട്ടവന്റെ നേരെ കൈയോങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിലൊരുത്തൻ ചങ്ക് പൊട്ടി ചോര ഒലിപ്പിച്ചു വന്നാലും തനിക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം വെട്ടി വിഴുങ്ങി ഏമ്പക്കവും വിട്ട് മാടമ്പള്ളി തറവാട്ടിൽ ലക്ഷ്യമുണ്ട്, പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മീഷണർ ഡയലോഗിന്റെ ഇടയ്ക്ക് എന്റെ മണിച്ചിത്രത്താഴ് കയറി വന്നല്ലോ എന്റെ ഈശ്വര. എന്നാ പിന്നെ എന്റെ വക ഒന്നേ ഉള്ളൂ, ഒരു ഷിറ്റ്. അത്ര തന്നെ.
അടിപൊളി അടിപൊളി സൂപ്പറായിരുന്നു. അപ്പൊ ചൂടോടെ നമുക്ക് മാസ്റ്റേഴ്സിനാണ് എന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു മാസ്റ്റേഴ്സ്? ഇക്കാം അല്ല ഒരു എന്താ ഇത്ര വർഷങ്ങൾ പാരമ്പര്യമുള്ള അത്യാവശ്യം സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരനെ നമ്മൾ സ്റ്റേജിൽ നിർത്തിയിട്ട് ഗംഭീരമായിരുന്നു എന്ന് പറയുന്നത് അതിൻ്റെ കാര്യമില്ല. അത്യാവശ്യം ഈ പറയുന്ന പോലെ വേദികളും മാത്രമല്ല ജീവിതത്തിൽ മുന്നേറാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? സുശീലനൊരു മാറ്റമില്ല. സുശീല പൊളിച്ച് നന്നായിരുന്നു. ഇതിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത് അല്ലേ? അമേരിക്ക വെച്ച് കണ്ടിട്ടുണ്ട് പ്രോഗ്രാമിൻ്റെ ഇടയിലൊക്കെ. അന്ന് അദ്ദേഹം ഷോ കാണാനൊക്കെ ആയിട്ട് നമുക്ക് വരാറുണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഇവിടെയും പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ഉഗ്രനായിരുന്നു. നല്ല ഷോയ്ക്ക് വരുമ്പം ഓരോ പിസയും ഉണ്ടായിക്കൊണ്ട് ചെല്ലും. ഞങ്ങൾ പിസയായിട്ട് അങ്ങോട്ട് വരും, നിങ്ങൾ പിസ അങ്ങോട്ട് തരും. കൊള്ളാം. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇനിയും അടിച്ചു പൊളിക്കണം നമ്മൾ. താങ്ക് യു ചേച്ചി. എൻ്റെ സഹനട അമേരിക്കയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ. പക്ഷെ അമേരിക്കയിൽ വെച്ച് കണ്ടവരെ തിരിച്ച് നാട്ടിൽ വളരെയധികം കുറവാണ് കാണുന്നത്. അങ്ങനെ കണ്ടതിലും വളരെ സന്തോഷം. ഓക്കെ സൂപ്പർ. താങ്ക് യു.